അപ്പോൾ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഫ്രീ ഫയർ ആണ് കളിക്കാൻ പോകുന്നത് ഇന്ന്. ഓക്കെ, അപ്പോൾ ഗെയിമിലോട്ട് നമ്മൾ ലോഗിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് കളിയിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് ഏത് ഗെയിമാണ് കളിക്കേണ്ടതെന്ന് ഞാൻ ഡൗട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിന്ന് CS കളിക്കാം. ചേർത്ത് വിളിച്ചിട്ടുണ്ടാവും, വരുമെന്ന് അറിയുന്നില്ല. CS കിട്ടും എടുത്തിട്ടുണ്ടാവും നേരത്തെ കളിക്കാൻ വേണ്ടി. വന്നില്ലേ, നമുക്കപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് മെഷീൻ കാണാം. സ്കേറി ഡാഡ് സമ്മർ SK സബീർ ബോസൊക്കെ ഉണ്ട്. Free Fire India is set in a virtual world. It is not അത് നമ്മൾ എടുക്കാൻ പറ്റില്ലേ, നമ്മളത് എടുത്തു. അതിന് കസ്റ്റം ഹബ് ഇച്ചിരി താഴോട്ട് വെച്ച് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, തമ്മിനുമല്ല. അപ്പം നമുക്ക് നല്ല ലാഗുണ്ട്, നല്ല ലാഗൊന്നുമില്ല. FPS ട്രക്കാവുന്നു, നെറ്റ് പെട്ടെന്ന് ഡ്രോപ്പ് ആകുന്നു. അതേ അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം താഴെ വീണ് പോകാറുണ്ട്. അടിക്കാൻ പറ്റില്ല. വിൻഡോൻ്റെ കൂടി താഴെ കൊടുത്ത് നല്ല വീട്ടിൽ ഡാമേജ് ഉണ്ട്. ഡാമേജ് നോക്കിയിട്ട് അടിക്കാൻ പറ്റില്ല. നമ്മൾ അതിനോട് ചത്തുപോയി ഗൈസ്. പക്ഷേ അപ്പുറത്ത് വേറെ ടീമേറ്റ് ഉണ്ട്, അവനടിക്കാൻ പറ്റുമെന്ന് നോക്കാം. അവൻ എടുക്കുന്ന നോക്കിട്ടു. അത് നമ്മൾ പെട്ടെന്ന് അവന് 5 ചെയ്യുന്നുണ്ട്. അവൻ്റെ പുറത്ത് ഒരു ഷോട്ട് പോലും കൊണ്ടില്ല. ചത്ത്. ഈ അഞ്ചാമാണ് ഇവള് തോന്നുന്നു. സെക്കൻഡ് റൗണ്ട് ഇവിടെ സ്റ്റാർട്ടായി. നമുക്ക് ഇവിടുന്ന് ഡെസേർട്ടുകൾ എടുക്കാം, ഒരു ഗ്ലൂ വാളും കൂടി എടുക്കാം. വെട്ടി വെച്ചിട്ടുണ്ട്, അതിന് കഴിയില്ല, എന്താണെന്ന് അറിയുന്നുണ്ടാവില്ല. നമുക്ക് ഫില്ലെടുക്കാൻ പോകുന്നത് ഫില്ലെടുക്കണം. ഫില്ലെടുക്കുന്നെങ്കിൽ അത് മോശമാണ്. ഫസ്റ്റത്തെ റൗണ്ടിൽ 1 കില്ല് പോലും ഞാൻ എടുത്തില്ല. നമ്മളിവിടെ ഒരു ചെറിയ പുതിയ പീക്ക് വന്നു. നമ്മളിപ്പോൾ ചെറിയൊരു വീട്ടിനകത്ത് കയറിയിട്ടുണ്ട്. ഇവിടുന്ന് ദൂരെ കഴിയുന്നതിനെ കണ്ടിച്ച് അവിടുന്ന് മാറി അങ്ങോട്ട് ചെറിയ ലാഗടിയുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല. 2 പേരെ നമ്മളെ ടീമേറ്റ് വന്നു. ഒരു ടീമേറ്റിനെ വേറെടുത്തതിനും കൊന്നു, SK സബീർ ബോസിനെ. അപ്പോൾ നമ്മൾ ഈ ഒരു കറങ്ങി നേരെ ചെന്ന് അടിക്കാൻ പോവുകയാണ്. നമ്മൾ ഇവിടെ പോയപ്പോൾ ടീമേറ്റ് അവിടെ ഫൈറ്റ് ചെയ്യുന്നു. ഇതിനോട് പോകുന്ന താഴെ പോകുന്നു. അടിക്കാൻ നോക്കിയപ്പോൾ നമ്മൾ ടീമേറ്റ് നോക്കാക്കിയാണ്. അവൻ്റെ മ്യൂട്ട് എടുക്കാൻ നോക്കിയപ്പോഴും ടീമേറ്റ് എടുത്തോണ്ട്. നമ്മളപ്പോൾ നമ്മളെ ടീമേറ്റിനെ ഹെൽപ്പ് ചെയ്യണത്. എന്നിട്ട് ഓടിപ്പോയിട്ട് അടുത്ത ലാസ്റ്റ് എനിമീനെ എടുക്കാൻ പറ്റുമെന്ന് നോക്കാൻ വേണ്ടി ഓടിപ്പോവുകയാണ്. അപ്പോൾ നടക്കുകയാണെങ്കിൽ ലാഗിൻ്റെ കണ്ടാരുവാണെങ്കിൽ ഈ ഗെയിം FPS ഡ്രോപ്പ് ആകുമ്പോൾ ലാഗടിക്കും. അത് നമ്മളെ ടീമേറ്റ്സ് ഈ കളി ജയിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കിലോ എനിക്ക് കിട്ടിയില്ല ഇതുവരെ ഇട്ടും. അപ്പം നമ്മൾ ടീമേറ്റ് 25 ഡ്രോപ്പ് ചെയ്തു. ആദ്യം കണ്ടം ചെയ്തിട്ട് പിന്നെ എന്തോ നമ്മളെ ഫ്രണ്ട്സ് ഡ്രോപ്പ് കിട്ടായിരുന്നു. അതുകൊണ്ട് ജയിക്കാനൊക്കെ അറിഞ്ഞൂട കളി. നമുക്കൊന്ന് നോക്കി നോക്കാം. സെക്കൻഡ് മാച്ച് ലാഗ് നോക്കിയാണ്. അപ്പോൾ നമ്മൾ ഓടിപ്പോവുകയാണ്. ചാടി പോകുന്നുണ്ട്, എന്താവുമെന്ന് അറിയാം. ആ ഫ്രണ്ടിലൊരു എനിമീനെ ഞങ്ങൾ കണ്ടതെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ കണ്ടവന് അവനടിക്കാൻ പറ്റിയില്ല. അവൻ എനിക്ക് ഡാമേജ് തന്നു. നമ്മളപ്പോൾ ഇൻസേലർ 2 യൂസ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. എറിയാനിരിക്കുന്നതുകൊണ്ട് പ്രധാനമാണ്. EP ഇല്ലെങ്കിൽ ഒരു കണ്ടവരെ നടക്കുന്നു. നമ്മളപ്പോൾ കയറി ചെന്ന് പോയി അടിക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഒരു 26 ഷോട്ട് കൊടുത്ത്
ഉറയാനിട്ട് നോക്കിയപ്പോൾ അവൻ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഷോട്ട് എടുത്താണ് നോക്കിയത്. മെഡിക്കിറ്റ് സൂപ്പർ മെഡിക്കിറ്റ് അടിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ അടുത്ത ഫിനിഷ് ചെയ്യാൻ നോക്കിയപ്പോൾ നമ്മൾ ടീമേറ്റ് ബാക്കിയുള്ളവനെ ഫിനിഷ് ചെയ്തു. ഓക്കെ, അതിൻ്റെ നമുക്ക് UMP കിട്ടി. ഈ റൗണ്ട് നമുക്ക് UMPയും റോസയും എടുക്കാനുള്ള പ്ലാൻ റോസയും എടുത്തു. എൻ്റെ പൈസ ഇല്ലാത്തതുകൊണ്ട് റോസയും എടുത്തു. ഈ റൗണ്ട് എന്താവുമെന്ന് നോക്കാം. നമ്മൾ MP5 പൈസ എടുത്തിട്ടുണ്ട്, UMP എടുത്തു. ഫൈറ്റ് ഫയറാണെങ്കിൽ ലൂണനെ ഞാൻ ഇട്ടിട്ടില്ല. ഫസ്റ്റ് ഫയറിന് കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും നമുക്ക് കളിക്കാൻ പറ്റുമെന്ന്. പിന്നെ നമ്മൾ ആദ്യമായിട്ടാണ് വോയിസ് റിവീൽ ചെയ്യുന്നത്. ഇങ്ങനത്തെ വീഡിയോ സിനിമ വേണമെങ്കിൽ വെച്ചേക്കുന്ന ലൈക്കായിട്ട് ഒരു അധികം നേരം കാണാത്തതുകൊണ്ടാണ് ഇത്രയ്ക്ക് കുറവ് ലൈക്ക് ഇട്ടേക്കുന്നത്. എങ്കിലും നിങ്ങൾ അടുത്ത വീഡിയോ ചെയ്തതായിരിക്കും. അപ്പം നമ്മൾ ഒരുത്തനെ ഫിനിഷ് ആക്കി പറയുന്നതിടയ്ക്ക്. അപ്പോൾ ഒരുത്തനല്ല, 2 പേരെ നമ്മളെ ടീമേറ്റ് എടുത്ത് ഒരുത്തനെ നോക്കാക്കാൻ വേണ്ടി വെച്ചേക്കായിരുന്നു. നമ്മൾ ചെറിയതായിട്ട് ഓടി ലെഫ്റ്റായിപ്പോയി ഗൈസ്. എന്നാലും കുഴപ്പമില്ല. ലാസ്റ്റത്തെ എടുത്തൻ അവൻ എവിടെയും നോക്കിയപ്പോൾ എനിക്ക് ഇച്ചിരി ഡാമേജ് കിട്ടിയായിരുന്നു. അവൻ എന്തോ അവിടെ നിൽക്കുന്നു. നമ്മൾ ഡെസേർട്ടിലേക്ക് അടിക്കാൻ നോക്കിയപ്പോൾ കൊണ്ടില്ല. എന്നാൽ നല്ല ഹെഡ് ഷോട്ട് എടുക്കാൻ നോക്കിയപ്പോൾ അതും കിട്ടിയില്ല. വീണ്ടും കിട്ടിയില്ല. റഷ് ചെയ്ത് ഓടാൻ നോക്കിയപ്പം അവൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഹെഡ് ഷോട്ട് അടിക്കാൻ എങ്ങനെയെങ്കിലും നോക്കിയാണ്. ഹെഡ് ഷോട്ട് കൊടുത്തതും നമ്മളെ ടീമേറ്റ് തന്നെ ഫ്രണ്ട്ഷിപ്പ് ചെയ്തു. നമ്മളിപ്പോൾ നെക്സ്റ്റ് റൗണ്ട് 3rd റൗണ്ടും വിക്ടറിയായി. റൗണ്ട് 5 ആണിത്. ഇത് മിക്കവാറും ലാസ്റ്റ് റൗണ്ടായിരിക്കും. നമ്മൾ ഈ റൗണ്ടിൽ M18 എടുത്തിട്ടുണ്ട്. വെസ്റ്റൺ അപ്ഗ്രേഡ് ചെയ്യാൻ 2 മഷ്റൂമൊക്കെ മേടിച്ചിട്ടുണ്ട് ഒറിയൻ്റെ പവർ കൂട്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഓടിപ്പോവുകയാണ്. വീട്ടിൻ്റെ അകത്തോട്ടാണ് കയറുന്നത്. വേറെ എവിടെയും പോകുന്നില്ല. ഇവിടുന്ന് ക്യാമ്പ് ചെയ്തിട്ടിരിക്കാന്ന് ചോദിച്ചിട്ട് കഴിച്ചു. അവന് നല്ല രീതിയിൽ ഡാമേജ് എടുത്തിട്ടുണ്ടാണ്. എനിക്ക് 77 കിട്ടി. അപ്പം തന്നെ 2 മെഡിക്കിറ്റ് അങ്ങ് അടിച്ചിട്ട് നേരെ അവനെ പോയി അടിക്കാൻ വേണ്ടി നോക്കിയാണ്. 2 മെഡിക്കിറ്റ് എപ്പോഴാണ് അടിച്ചിരുന്നത്. ഇനി നമ്മൾ നേരെ അവനെ പോയി അടിക്കാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയപ്പോൾ നടക്കുന്ന ഒച്ച വെക്കും. അപ്പം നോക്കിയപ്പോൾ ഒരു എനിമി ഏത് ഷോട്ട് എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ എനിമി അവനെ ഫിനിഷ് ചെയ്തു. നമ്മൾ ഇപ്പോൾ ഒരു സൂപ്പർ മെഡിക്കറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അടിച്ച് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ എണീച്ച് എനിമീസിനൊക്കെ പോയി ഓടുകയാണ്. അപ്പോൾ ആ ബോക്സിൻ്റെ അവിടെ നിന്ന് നമ്മളെ ടീമേറ്റിനെ എടുത്ത് നോക്കിയതായിരുന്നു. അവിടെ തന്നെ ഒരു എനിമിയാണ്. അപ്പോൾ അങ്ങ് അവിടെ ഒരു എനിമി ഉണ്ട്. നമുക്ക് അങ്ങോട്ട് റഷ് ചെയ്ത് പോകാം. അവൻ അടിക്കാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. നല്ല ലാഗുണ്ട്. അവൻ ഒറ്റ അടി കൊടുത്തപ്പോൾ നമ്മളെ ടീമേറ്റ് ആ ഫിനിഷ് എടുത്ത് ആ കില്ല്. നമ്മളിപ്പോൾ മറ്റേ അവനെയും കൂടി അടിക്കാൻ എങ്ങനെയെങ്കിലും നോക്കി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓടിപ്പോയപ്പോൾ നമ്മളെ നോക്കാക്കി അവൻ. കുഴപ്പമില്ല ഗൈസ്, നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.